നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. 2025 വരവേൽക്കാൻ ഒരുങ്ങി നാട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. കനത്ത സുരക്ഷ ഒരുക്കി പോലീസ്. പുതുവത്സരാശംസകൾ നേർന്ന മുഖ്യമന്ത്രി. തിരുവനന്തപുരം PA അസീസ് കോളേജിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൾ അസീസ് താഹയുടേതെന്ന സംശയം. സംഭവത്തിൽ ദുരൂഹതയെന്ന മന്ത്രി GR അനിൽ. പത്തനംതിട്ട കോന്നിയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടം. മധ്യവയസ്കയ്ക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. വീട് പൂർണ്ണമായി കത്തിനശിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് കാസർഗോഡ് തുടക്കം. കലാപ്രതിഭകളെ വരവേൽക്കാൻ സജ്ജമായി തലസ്ഥാനം. കലോത്സവം 4-ാം തീയതി മുതൽ. കല്ലാർകുട്ടി ഡാം അറ്റകുറ്റപ്പണികൾക്കായി തുറന്നതോടെ എറണാകുളം ജില്ലയിൽ കുടിവെള്ള വിതരണം അവതാളത്തിൽ. പ്രതിസന്ധിയിലായത് പെരിയാറിൽ ചെളിവെള്ളം ഒഴുകിയെത്തിയതോടെ ഭൂതത്താൻകെട്ട് PVIP ഓഫീസിൽ പരാതി നൽകി ജനങ്ങൾ. വിശദമായി നോക്കാം. സംസ്ഥാനത്തും നാടും നഗരവും പുതുവർഷത്തെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിൽ പാപ്പാഞ്ഞിയെ കത്തിച്ചാണ് പുതുവർഷത്തെ വരവേൽക്കുക. വിപുലമായ ഒരുക്കങ്ങളാണ് കൊച്ചി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. വിവരങ്ങളുമായി ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, പതിവിൽ നിന്ന് വിപരീതമായി എല്ലാ തവണയും പാപ്പാഞ്ഞിയെ കത്തിക്കാറുള്ള മൈതാനിയിലല്ല ഇത്തവണ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം അതിഗംഭീരമായി കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷങ്ങൾ ഇന്ന് നടക്കുമല്ലേ? ആര്യ, കൃത്യമാണ്. കാരണം സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിൽ നിന്നാണ്. ഈ സമയം നമ്മൾ പറയുന്നത് ഇതാ പുതുവത്സരം എത്താറായി എന്നെല്ലാം പറയുന്നു, പാപ്പാഞ്ഞി എരിയാറായെന്നെല്ലാം പറയുന്നു. പക്ഷേ ഇത്തവണ അതിൽ മാറ്റമുണ്ട് എന്നത് മാത്രമാണ് ഇതിലുള്ള ഒരു മാറ്റം. അതിൽ ഇത്തവണ നമ്മളുള്ളത് ഫോർട്ട് കൊച്ചിയിലെ വെളി ഗ്രൗണ്ടിലാണ്. ഈ കാണുന്ന പപ്പാഞ്ഞി അത് ഇത്തവണ അതിന്റെ ഒരു പ്രത്യേകത റിമോട്ട് കൺട്രോളിലാണ് അതിനെ എരിയിക്കുന്ന കാര്യം, തീ പടർത്തുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നാണ്. അടുത്ത് പോയി തീ കത്തിക്കുന്നില്ല. നേരത്തെ എല്ലാം അതിന് നേരിട്ട് തീ കൊളുത്തുന്ന രീതിയിലെല്ലാമായിരുന്നു. അതിൽ മാറ്റമുണ്ട് എന്നതും ഒരു പുതുമയാണ്, കൗതുകമാണ്. എന്തായാലും അത് ചില കാരണങ്ങളാൽ മുൻ പ്രധാനമന്ത്രിയുടെ നിര്യാണത്തെ തുടർന്ന് വന്ന ദുഃഖാചരണം, അതിനെ തുടർന്ന് അത് മാറ്റിവെച്ചു. അല്ലെങ്കിൽ ഇവിടെയും ഫോർട്ട് കൊച്ചി മേഖലയിൽ 2 പപ്പാഞ്ഞിമാർ പുതുവത്സരത്തെ ആഘോഷിച്ച് നിന്ന് കത്തുമായിരുന്നു. ഏതായാലും അതൊന്നും ഒഴിവായിരിക്കുന്നു. ഇവിടെ ഫോർട്ട് കൊച്ചി ഇവിടെ വെളി ഗ്രൗണ്ടിലുള്ളത് ഈ പപ്പാഞ്ഞിയും ഏതാണ്ട് നിയമയുദ്ധത്തിലൂടെയാണ് അതിനെ കത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കെല്ലാം തന്നെ എത്തിയത്. അതൊക്കെ എന്തൊക്കെയായാലും ഇന്നിപ്പോൾ ആഘോഷങ്ങളുടെ ഒരു രാവിലേക്ക് കടക്കുകയാണ്. പുതുവത്സരാഘോഷത്തിലേക്ക് നീങ്ങും. നമുക്ക് കാണാം ഇവിടെ ഈ കാണുന്ന ഓരോ ജനസംഖ്യ അതെങ്ങനെ രൂപപ്പെട്ടു വരികയാണ്. ഈ ഫോർട്ട് കൊച്ചിയുടെ ഒരു പ്രത്യേകതയും ഇതെല്ലാം തന്നെ ഇത് തന്നെയാണ്. കാരണം ഈ മേഖലയിലേക്കെല്ലാം തന്നെ വരുമ്പോൾ ഈ നൈറ്റ് ലൈഫ് എന്നെല്ലാം പറയുന്നത് നല്ല ആഘോഷപൂർവ്വം കൊണ്ട് നടക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു ആർപ്പുവിളികൾ ആഘോഷത്തോടുകൂടി പോകുന്ന ഒരു പ്രൊസഷൻ, ഒരു ചെറിയ പ്രദക്ഷിണം കാണുന്നുണ്ട്. അത് അവിടെയുള്ള മഴമരം അത് ദീപാലങ്കൃതമാണ്. അത് അല്പസമയത്തിനകം തന്നെ അത് തെളിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അത് ഈ ക്രിസ്മസ് ദിനത്തിൽ അല്ലെങ്കിൽ പുതുവത്സരത്തെ എല്ലാം തന്നെ എതിരേറ്റുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു കാര്യങ്ങളെല്ലാം തന്നെയാണ്. അവരെ ആദരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആഘോഷമാണ് പോകുന്നത്. നമുക്ക് ചുറ്റും ഈ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലേക്ക് വരുമ്പോൾ, ഫോർട്ട് കൊച്ചിയുടെ ഈ പ്രത്യേകതകളിലേക്കെല്ലാം തന്നെ വരുമ്പോൾ നിറയുന്നതാണ്. കാരണം ഈ ദിവസത്തിന്റെ ഒരു ആഘോഷങ്ങൾക്ക് വേണ്ടി എത്തുന്നതാണ്. എവിടെ നിന്നാണ്? ഇവിടെ അടുത്തുള്ളതാണോ? പത്തനംതിട്ട. ഇവിടേക്ക് വന്നതാണോ ന്യൂ ഇയർ ആഘോഷിക്കാൻ? എങ്ങനെയാ പറഞ്ഞു കേട്ടിട്ടുള്ളത്? ഇവിടുത്തെ വായു നല്ല പൊളിയാണെന്നോ? അടിപൊളിയാ. ഇപ്പൊ മറ്റേ പുള്ളി മരിച്ചത് കാരണം മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടെ വെളി നടത്തുന്നാ പറഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ട് വരുവാ വന്നത് ഇവിടെ. ട്രെയിൻ വന്നു. നാളെ പോകും. ഇതേപോലെ ഈ ആഘോഷങ്ങളിലേക്ക് എത്തിയത് പത്തനംതിട്ടയിൽ നിന്നെല്ലാമാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എത്രത്തോളം കൊച്ചി അതിന്റെ ഒരു ആഘോഷങ്ങളിലേക്ക് മറ്റുള്ളവർ പങ്കാളികളാകുന്നു എന്നതെല്ലാം തന്നെയാണ് വന്നിരിക്കുന്നത്. ഹലോ, ഇവിടെ അടുത്തുള്ളതാണോ? അല്ല, ഞാൻ UK-ലാണ്. ഹോളിഡേസിന് വന്നത്. അപ്പം പാപ്പാജിയെ കത്തിക്കുന്നതാണ്. പാപ്പാജിയെ കത്തിക്കുന്നതാണ്. എവിടെ? സ്വദേശം എവിടെയാണ്? കോതമംഗലം. അതെ, ഇപ്പൊ വന്നോളൂ. എങ്ങനെയുണ്ട് ഒരു മൂഡ്? എങ്ങനെയുണ്ട് ഇവിടെ വന്നതിന് ശേഷം?
നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഈ പപ്പാഞ്ഞിയെ കത്തിച്ചു കഴിഞ്ഞിട്ട് പോകുന്നു. പാപ്പാജിയെ കത്തിക്കുന്നിടം വരെ നോക്കണം, വെയിറ്റ് ചെയ്യുക. ഞാൻ ആലുവ ഞങ്ങള് ഫ്രണ്ട്സാണ്, തിക്ക് ഫ്രണ്ട്സ്. ഒരു പുതുവത്സരത്തിന്റെ ഒരു ആഘോഷങ്ങളാണ്. അതെ അതെ അതെ, ന്യൂ ഇയറിന്റെ ഒരു സെലിബ്രേഷൻ. ഫസ്റ്റ് ടൈമാണ് വരുന്നത്, അപ്പൊ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാൻ. എന്തായാലും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ആണോ? ആ ഞങ്ങൾ തൊട്ടടുത്തുള്ളതാണ്. എങ്ങനെയുണ്ട്? പതിവ് സ്ഥലത്ത് ഇത്തവണ പപ്പാഞ്ഞിയെ കത്തിക്കുന്നില്ല, ഇവിടെയാണ് ഇന്ന് ഇത്തവണ ആഘോഷം. ആ വേണമല്ലോ, കൊച്ചിക്കാരുടെ നാടിരിപ്പല്ലേ ഇത്. 31st പപ്പാഞ്ഞിനെ കത്തിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മള് ഇന്നിപ്പോ മൻമോഹൻ സിംഗ് മരിച്ചതുകൊണ്ട് നമ്മുടേതായിട്ടുള്ളൊരു വൈബ് കളയാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊച്ചിക്കാർ ഇത് ആഘോഷിച്ചിരിക്കും. കൊച്ചിക്കാര് എവിടെ ഉണ്ടെങ്കിലും അവിടെ ന്യൂ ഇയർ ആഘോഷിച്ചിരിക്കും കൊച്ചിക്കാര്. അടിപൊളിയാണ്. ഹാപ്പി ന്യൂ ഇയർ. വലിയ ആഘോഷങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങുകയാണ്. കൊച്ചിയിലേക്ക്, ഈ പരിസരത്തിലേക്കെല്ലാം തന്നെ വലിയ ആഘോഷങ്ങളുമായിട്ട് ആളുകൾ എത്തുന്നു. അവിടെ ഈ മഴമരം എന്ന് വിശേഷിപ്പിക്കുന്ന മരം, അത് ഇപ്പോൾ നോക്കുക, അത് ദീപാലങ്കൃതമായിരിക്കുന്നു. അത് മുഴുവൻ ലൈറ്റുകളും എല്ലാം തന്നെ അവിടെ തെളിഞ്ഞിരിക്കുന്നു. എത്ര സുന്ദരമായ ഒരു കാഴ്ചയാണെന്ന് നോക്കുക. അല്പസമയത്തിനകം തന്നെ നമുക്ക് അവിടേക്ക് പോകാം. ഏതായാലും ഇവിടെ നിന്ന് കാണുമ്പോൾ ഈ വെളി ഗ്രൗണ്ടിന്റെ മൈതാനത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്തായിട്ടാണ് ആ മരം അങ്ങനെ കുട നിവർത്തി നിൽക്കുന്നത് പോലുള്ള കാഴ്ച. നീല ബൾബുകൾ മുഴുവനായിട്ട് അത് തെളിഞ്ഞിരിക്കുന്നു. അതിനിടയിൽ വെള്ളി നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. അങ്ങനെ സുന്ദരമായൊരു കാഴ്ചയാണ് ഫോർട്ട് കൊച്ചിയുടെ ഇപ്പോൾ വരുന്നത്. ആഘോഷങ്ങളുടെ ഒരു തെളിമയും തനിമയും എല്ലാം നിറയുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾക്ക് കാണുന്നത്. ആര്യ ആഘോഷങ്ങളിലേക്ക് സന്തോഷപൂർവ്വം നടന്നെടുക്കുന്ന ഒരു ജനതയുടെ പരിച്ഛേദമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായും ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ ആഘോഷങ്ങളുടെ ഒരു കേന്ദ്രം. ന്യൂ ഇയർ ആഘോഷം എന്ന് പറഞ്ഞാൽ അത് കൊച്ചിയിലെ ആഘോഷമാണ്. മിക്കവാറും മലയാളികൾക്കെല്ലാം നമ്മൾ തന്നെ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടു, പത്തനംതിട്ടയിൽ നിന്നും അങ്ങനെ പല ഭാഗത്തു നിന്ന് ആളുകൾ അവിടേക്ക് ഒത്തുചേരാറുള്ളത് പതിവ് കാഴ്ചയാണ്. പക്ഷേ ഈ പരേഡ് ഗ്രൗണ്ടിൽ ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നില്ല എന്നുള്ള വാർത്തയൊക്കെ നേരത്തെ വന്നതുകൊണ്ട് അതുപ്രകാരമുള്ള ഒരു തിരക്ക് കുറവുണ്ടോ ഇത്തവണ? ഈ വെളി മൈതാനത്ത് പരേഡ് ഗ്രൗണ്ടിൽ സാധാരണ കാണാറുള്ളത് പോലെയുള്ള തിരക്ക് ഇത്തവണ ഉണ്ടോ അവിടെ? ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഡാനി ഉള്ളത് കൊച്ചിയിലെ വെളി മൈതാനത്താണ്. അവിടെയാണ് ഇത്തവണ ന്യൂ ഇയർ ആഘോഷങ്ങൾ, പപ്പാഞ്ഞിയെ കത്തിക്കുന്നതടക്കമുള്ള വലിയ വിപുലമായ ആഘോഷങ്ങൾ നടക്കുന്നത്. അവിടേക്ക് ഇപ്പോൾ ആളുകൾ ഒഴുകിയെത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമുക്കറിയാം, മൻമോഹൻ സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട്, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പരേഡ് ഗ്രൗണ്ടിലെ ആഘോഷങ്ങൾ നേരത്തെ റദ്ദാക്കിയിരുന്നു. എന്നാൽ വെളി മൈതാനത്ത് ഇത്തവണ വിപുലമായ ആഘോഷങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടേക്ക് ന്യൂ ഇയർ ആഘോഷിക്കുവാൻ വേണ്ടി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒത്തുകൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഹലോ കൊച്ചി വെളി മൈതാനത്ത് നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അവിടെ മഴമരം ഒരുക്കുന്ന ഒരു പതിവ് കാഴ്ച കൂടിയുണ്ട്. അത് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടു. എന്തായാലും എല്ലാവരും കുടുംബസമേതം അടക്കമാണ് പലരും അവിടേക്ക് ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളത് ന്യൂ ഇയർ ആഘോഷിക്കുവാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം, കൊച്ചിയിൽ ഈ ദിവസം അനുഭവപ്പെടുന്ന തിരക്ക് അത് എത്രത്തോളം വലുതാണ് എന്നുള്ളത്. നേരത്തെ പരേഡ് ഗ്രൗണ്ടിലൊക്കെ ഇത്തരത്തിൽ ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു 2 മണി മുതൽ തന്നെ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുന്ന സാഹചര്യം വരെ ഉണ്ട്. അത്തരത്തിൽ വലിയ ജനസഞ്ചയം തന്നെയാണ് ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ വേണ്ടി അവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഇത്തവണ വെളി മൈതാനത്താണ് ആഘോഷം, പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് എന്നതൊഴിച്ചാൽ ആഘോഷങ്ങളുടെ പൊലിമയ്ക്ക് ഒട്ടും കുറവില്ല, മാറ്റിനൊട്ടും കുറവില്ല എന്നുള്ളതാണ്. എന്തായാലും ആഘോഷങ്ങൾക്കായി പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കൊച്ചി. അതിന് വേണ്ട എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് പോലീസും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു.
ഡാനി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, ചോദിക്കാം. ഡാനി, ഞാൻ നേരത്തെ ചോദിച്ചത്, അതായത് നമ്മുടെ പരേഡ് ഗ്രൗണ്ടിൽ ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് എത്രത്തോളം വലിയ തിരക്കായിരുന്നു. ഒരു 2 മണി ആകുന്നതിന് മുമ്പ് തന്നെ ഈ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ഗതാഗതം പോലും പോലീസ് നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ പരേഡ് ഗ്രൗണ്ട് നിറഞ്ഞു കവിയുമായിരുന്നു. ഇപ്പോൾ വെളി ഗ്രൗണ്ടിലേക്ക് ആഘോഷങ്ങൾ മാറ്റിയപ്പോൾ സമാനമായ രീതിയിൽ വലിയ തിരക്ക് ഉണ്ടോ അവിടെ? ഇവിടെ നമുക്ക് ഈ ഫോർട്ട് കൊച്ചിയും പരേഡ് ഗ്രൗണ്ടും തമ്മിലുള്ള പരേഡ് ഗ്രൗണ്ടും ഫോർട്ട് കൊച്ചിയിലെ വെളി മൈതാനവും തമ്മിലുള്ളൊരു വ്യത്യാസം. പരേഡ് ഗ്രൗണ്ട് ഒരു 3 ഏക്കറോളം കഷ്ടിച്ച് വരുന്ന സ്ഥലവും ഇതൊരു 7.5 ഏക്കർ അധികം വരുന്ന ഒരു സ്ഥലവുമാണ്. അപ്പോൾ അതിലെ പരേഡ് ഗ്രൗണ്ട് സ്വാഭാവികമായും പെട്ടെന്ന് നിറയുന്ന ഒരു പ്രതീതിയെല്ലാം തന്നെ ഉണ്ടാകും. ഇവിടേക്ക് വരുമ്പോഴേക്കും കുറച്ചുകൂടി അതിനൊരു കപ്പാസിറ്റി കൂടുതലാണ്. കാരണം ആളുകൾ കുറെ പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് പെട്ടെന്ന് നിറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് നോക്കാം, ഇതെല്ലാം തന്നെ ആളുകൾ പൂർണ്ണമായും തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ആകർഷണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ മഴമരം തന്നെയാണ്. അത് പൂർണ്ണമായും അലങ്കൃതമാണ്. അവിടേക്കാണ് ഇപ്പോൾ കൂടുതലായിട്ടും ആളുകൾ ഉള്ളത്. ഏതാണ്ട് 10 മണി ആകുന്നതോടെ ഇത് 1.5 ലക്ഷത്തിലധികം പേരെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണമായും ഇത് നിറഞ്ഞ് കവിയുമെന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാ വഴികളും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചി നഗരത്തിലെ മുഴുവൻ വഴികൾ ഇപ്പോൾ ചെന്ന് അവസാനിക്കുന്നത് ഈ ഫോർട്ട് കൊച്ചിയിലെ വെളി മൈതാനത്തേക്കാണ് മുഴുവൻ വഴികളും ചെന്ന് അവസാനിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. കാരണം ഇപ്പോൾ ഒരു യുവതയുടെ ആഘോഷമായിട്ട് സാധാരണ ഇത്തരം സ്ഥലങ്ങളെല്ലാം തന്നെ അടയാളപ്പെടുത്താറുണ്ട്. പക്ഷെ അതിനപ്പുറം കൊച്ചിയിലേക്ക് വരുമ്പോൾ ഇതിലെ അതിനും യുവതയുടെ മാത്രമല്ല മറ്റുള്ളവരും എല്ലാവരും തന്നെ ഏത് പ്രായത്തിലുള്ളവരും തന്നെ ഈ ഒരു ആഘോഷങ്ങളിലേക്ക് അലിഞ്ഞ് ചേരുന്ന രീതിയാണ് ഇവിടെയുള്ളത്. അത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നോക്കുക, പൂർണ്ണമായും ഇത് നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നു. ഇതിന്റെ മരത്തിന്റെ പൂർണ്ണമായും അലങ്കരിക്കപ്പെട്ട ഒരു മരത്തിന്റെ ഒരു ദൃശ്യം നോക്കുക. ഇപ്പോൾ ഈ സമയത്ത് ഇവിടെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൂടുതൽ പേരും അവിടേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഫോർട്ട് കൊച്ചിയിലെ ആഘോഷങ്ങളിലേക്ക് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടേക്ക് എത്തുന്നുണ്ട്. എല്ലാവരും തന്നെയും ലക്ഷ്യമിടുന്നത് ഈ പപ്പാഞ്ഞി എരിയിച്ചുകൊണ്ടുള്ള ഈ കൊച്ചിയുടെ മാത്രമായ ഒരു തനത് ആഘോഷ രീതികളിൽ പങ്കാളികളായിക്കൊണ്ട് പുതുവത്സരത്തെ എതിരേൽക്കുക എന്നത് തന്നെയാണ്. എന്തായാലും അത്തരം ആഘോഷങ്ങളിലേക്കെല്ലാം കൊച്ചി ചുവടുവെക്കുന്നു. പൂർണ്ണമായും തന്നെ അതിന്റെ രാവുകളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് നിന്നാൽ നമുക്ക് കാണാനാവുന്നത്. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് വെളി മൈതാനത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും അവിടുത്തെ മനോഹരമായ ആ മഴ മരത്തിന്റെ കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എല്ലാവിധത്തിലും കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പുതുവർഷത്തെ വരവേൽക്കുവാനായി ആഘോഷങ്ങളുടെ ഭാഗമാകാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകളെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. സാധാരണ പരേഡ് ഗ്രൗണ്ടിലാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. എന്നാൽ ഡാനി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പരേഡ് ഗ്രൗണ്ടിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം ആളുകളെ വെളി മൈതാനത്ത് ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതും ഏറെ ആശ്വാസകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് തിങ്ങിക്കൂടി അല്ലാതെ തന്നെ വളരെ സ്വസ്ഥമായി നിന്നുകൊണ്ട് ഈ ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമാകാൻ കഴിയുമെന്നുള്ള ഒരു ആശ്വാസം കൂടിയുണ്ട്. എന്തായാലും എല്ലാ തരത്തിലും പുതുവർഷത്തെ വരവേൽക്കാനുള്ള ആഘോഷങ്ങൾ കൊച്ചിയിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കാം. പുതുവത്സര ആശംസകൾ നേർന്ന മുഖ്യമന്ത്രി ഒറ്റക്കെട്ടായി നാളുകളെ പ്രകാശപൂർണമാക്കാനുള്ള ഊർജവും പ്രചോദനവും 2025 പകരട്ടെ എന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു. പുതുവത്സര ദിനം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു തീയതിയല്ല, പുത്തൻ പ്രതീക്ഷകളോടെ പുതിയ നാളുകളെ വരവേൽക്കാനുള്ള ആഘോഷത്തിൻ്റെ സുദിനമാണത്. ജാതിമത വർഗഭേദമന്യേ ഏവരും ഒത്തൊരുമിക്കുന്നു എന്നതാണ് പുതുവർഷ രാവിൻ്റെ പ്രത്യേകത. അതുതന്നെയാണ് ആ ദിനം പകരുന്ന മഹത്തായ സന്ദേശവും. ഒറ്റക്കെട്ടായി നാളുകളെ പ്രകാശപൂർണമാക്കാനുള്ള ഊർജവും പ്രചോദനവും 2025 നമുക്ക് പകരട്ടെ. നാടിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി കൈകോർത്ത് മുന്നോട്ടു പോകാം. പുതുവർഷം സന്തോഷത്താൽ പ്രശോഭിതമാകട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. പുതുവത്സരം ആഘോഷങ്ങളിൽ തീരദേശ മേഖലയിൽ മുന്നറിയിപ്പുമായി തിരുവനന്തപുരം കോസ്റ്റൽ പോലീസ്. കള്ളക്കടൽ പ്രതിഭാസം ഉള്ളതിനാൽ
കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാലും കടലിൽ ഇറങ്ങിയുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കണം. അപകടങ്ങളില്ലാത്ത ആഘോഷങ്ങളിൽ പങ്കെടുക്കണമെന്നും മുന്നറിയിപ്പ്. കടലിൽ ഇറങ്ങിയുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കുക. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അപകടങ്ങളില്ലാത്ത ആഘോഷങ്ങളിൽ ഏർപ്പെടുക. മത്സ്യത്തൊഴിലാളികളും ജാഗ്രതാ സമിതിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. തിരുവനന്തപുരം നെടുമങ്ങാട് PASS കോളേജിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൾ അസീസ് താഹ എന്നാണ് സംശയം. ഫോറൻസിക് സംഘം ഉൾപ്പെടെ അവിടെ പരിശോധന നടത്തി. രാവിലെ 9 മണിയോടെ കോളേജിലെ സെക്യൂരിറ്റിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ പുക ഉയരുന്നത് കണ്ടത്. തുടർന്ന് ഹോസ്റ്റൽ വാർഡനും വിദ്യാർത്ഥികളും ഉൾപ്പെട്ട സംഘം നടത്തിയ പരിശോധനയിൽ താഴത്തെ നിലയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. മൃതദേഹത്തിന് സമീപത്തു നിന്ന് കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൾ അസീസ് താഹയുടെ മൊബൈൽ ഫോണും കണ്ണടയും കണ്ടെടുത്തു. ഇദ്ദേഹത്തിന്റെ കാറും കെട്ടിടത്തിന് പുറത്ത് പാർക്ക് ചെയ്തിരുന്നു. ഇന്നലെ രാത്രി 12 മണിവരെ ഇദ്ദേഹത്തെ കോളേജിനുള്ളിൽ കണ്ടതായി ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മരിച്ചത് മുഹമ്മദ് അബ്ദുൾ അസീസ് താഹയാണെന്ന് പോലീസ് സംശയിക്കുന്നത്. വ്യക്തമായ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല. ദുരൂഹതയാണ് നിലനിൽക്കുന്നത്. നമ്മുടെ പോലീസും മറ്റുദ്യോഗസ്ഥരുടെയും പ്രാഥമികമായ അന്വേഷണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വ്യക്തമായ ഒരു വിവരം നമുക്ക് പറയാൻ കഴിയൂ. എന്തായാലും ഇതിന്റെ മാനേജ്മെന്റ് ശ്രീ താഗ അദ്ദേഹം ഇതുവരെയായിട്ടും ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം കടുങ്കൈ ചെയ്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നൊരവസ്ഥയാണ്. കുറേ ദിവസമായി അദ്ദേഹം ഒരു മാനസികമായിട്ടുള്ള കുറച്ച് പ്രയാസങ്ങളുടെ നടുവിലാണെന്നുള്ള കാര്യം എന്നെ കണ്ട സമയത്തും എനിക്ക് മനസ്സിലായി വർത്തമാനത്തിൽ. അബ്ദുൾ അസീസ് താഹയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. ടയറുകളും മാലിന്യങ്ങളും കൂട്ടിയിട്ടാണ് തീ കത്തിച്ചതെന്നാണ് പ്രാഥമിക വിവരം. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ടീം ഓഫ് ഡോക്ടേഴ്സ്, ഫോറൻസിക് സർജൻ ഉൾപ്പെടെയുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്. ഫോറൻസിക് സയൻസിന്റെ നമ്മുടെ FSLലെ ആൾക്കാരുണ്ട്, സയന്റിഫിക് എക്സ്പേർട്സ് ഉണ്ട്, ഫിംഗർ പ്രിന്റിന്റെ ആൾക്കാരുണ്ട്, ഡോഗ് സ്ക്വാഡ് ഉണ്ട്, പോലീസിൽ തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞങ്ങളുടെ സൈബർ വിങ്, പോലീസിന്റെ തന്നെ പോലീസ് സ്റ്റേഷനിലെ സൈബർ വിങ് ഉണ്ട്. അല്ല, ഇതിൽ എന്തെങ്കിലും ഇന്ധനം ഉപയോഗിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്? അല്ല, അത് FSL പരിശോധനയ്ക്ക് ശേഷം അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ചില ബോട്ടിൽസിന്റെ നെക്ക് പാർട്ടൊക്കെ ഞങ്ങൾ അതിന്റെ അടപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധിക്കണം. നേരത്തെ അവിടെ ഉണ്ടായിരുന്നതാണോ, അത് ഇപ്പോൾ ഈ ഇൻസിഡന്റ് സമയത്ത് അതിലേക്ക് വന്നതാണോ എന്ന് ഞങ്ങൾ പരിശോധിക്കും. ഈ മൊബൈൽ ഫോണിൽ അങ്ങനെ എന്തെങ്കിലും ദൃശ്യങ്ങൾ ഇതിനോടകം വീണ്ടെടുക്കാൻ പരിശോധിച്ച് വരുന്നേ ഉള്ളൂ. നിലവിൽ ദൃശ്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും ഇപ്പോൾ അത് പരിശോധിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. പരിശോധിച്ച് കുറച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റും. മരണം മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചതായാണ് പോലീസ് സംശയം പ്രകടിപ്പിക്കുന്നത്. ശാസ്ത്രീയ പരിശോധനയിൽ ഇക്കാര്യം സ്ഥിരീകരിക്കാനാകുമെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ട കോന്നി കൊക്കാത്തോട്ടിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായി തകർന്നു. വീട്ടിലുണ്ടായിരുന്ന വയോധികയ്ക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. തിങ്കളാഴ്ച വൈകിട്ട് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിലാണ് കൊക്കാത്തോട് സ്വദേശി പൊന്നമ്മയ്ക്ക് ഗുരുതരമായി പൊള്ളലേറ്റത്. അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്ന പൊന്നമ്മയ്ക്ക് 60% പൊള്ളലേറ്റു. പൊന്നമ്മയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികളാണ് പൊന്നമ്മയെ ആശുപത്രിയിലെത്തിച്ചത്. വല്ലാത്തൊരു വിളിച്ചുപോലും കേട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പിടിച്ചേയി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓടുന്നു, എന്തോ ചെയ്യേണ്ടതെന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. അപ്പോഴത്തേനും ഞാൻ ആൾക്കാരെല്ലാം ഫോൺ വിളിച്ച് വയ്ക്കാനുള്ള സാഹചര്യം കിട്ടില്ല. അമ്മറി വിളിച്ച ആളുകളോടെല്ലാം പറയുന്നപ്പോഴത്തേനും അവരുടെ അടുക്കളയിൽ നിന്ന് തീ ഇങ്ങനെ പുകയുന്നതായിട്ടാണ് കാണുന്നത്. റബ്ബർ ഷീറ്റിന് തീപിടിച്ച് വീടിനുള്ളിലേക്ക് പടരുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തിൽ വീട് പൂർണ്ണമായി കത്തിനശിച്ചു. വീട്ടുപകരണങ്ങളും കത്തിനശിച്ചു. വീട് പൂർണ്ണമായിട്ടും പോയി. വീടിന് ഇത് ഉപയോഗശൂന്യമാണല്ലോ, കാണുമ്പോഴേ അറിയാം. ഭീകരമായ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും എൻ്റെ 53 വയസ്സുകൊണ്ട് കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു സംഭവം. കാട്ടുതീ കയറുന്ന കണ്ടിട്ടുണ്ട്, എന്നാൽ ഇങ്ങനെ തീ കണ്ടിട്ടില്ല. കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പൊന്നമ്മ. ന്യൂസ് 18 പത്തനംതിട്ട. പെരിയാറിൽ ചെളിവെള്ളം ഒഴുകിയെത്തിയതോടെ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കുടിവെള്ള വിതരണം അവതാളത്തിലായി. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഭൂതത്താൻകെട്ട് PVIP ഓഫീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ജനങ്ങൾ. കല്ലാർകുട്ടി ഡാം അറ്റകുറ്റപ്പണികൾക്കായി തുറന്നതോടെയാണ് പെരിയാർ ചെളിക്കുണ്ടായത്. ചെക്ക് ഡാമിന്റെ ബലപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഭൂതത്താൻകെട്ട് ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന് വെള്ളം ക്രമീകരിച്ചിരുന്നു. പെരിയാറിൽ വൻതോതിൽ ചെളി ഒഴുകിയെത്തിയതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി കൂടുതൽ വെള്ളം ഒഴുക്കിവിട്ടതോടെ കുട്ടമ്പുഴ, കീരമ്പാറ, കവളങ്ങാട്, പിണ്ടിമന പഞ്ചായത്തുകളിലെ ജലവിതരണം പ്രതിസന്ധിയിലായി. കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് VC ചാക്കോയുടെ നേതൃത്വത്തിൽ അംഗങ്ങളും പൊതുപ്രവർത്തകരും ഭൂതത്താൻകെട്ടിലെ PVIP അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PK മുഹമ്മദിന്റെ ഓഫീസിലെത്തി പരാതി നൽകി.
ജലവിതരണം തടസ്സപ്പെട്ടതുമൂലമുണ്ടായ ജനങ്ങളുടെ ആശങ്ക അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ധരിപ്പിച്ചെന്ന് കീരമ്പാറ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VC ചാക്കോ പറഞ്ഞു. വിനോദസഞ്ചാരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ചെക്ക് ഡാമിൻ്റെ അടിയന്തരമായിട്ടുള്ളൊരു ബലപ്പെടുത്തൽ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഷട്ടർ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായത്. അപ്പോഴും വാട്ടർ അതോറിറ്റിക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ പകൽ സമയങ്ങളിൽ പ്രവൃത്തി നടക്കുമ്പോൾ വെള്ളം കുറയ്ക്കുകയും വൈകുന്നേരം അടയ്ക്കുന്നതിനുള്ള നടപടിയാണ് നമ്മൾ സ്വീകരിച്ചിരുന്നത്. പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിൽ ഉപകാരപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് പണി പൂർത്തീകരിച്ച് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ഷട്ടർ അടച്ച് വെള്ളം പമ്പിങ്ങിന് ലഭ്യമാകുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കും. ഭൂതത്താൻകെട്ട് ഡാമിന്റെ ഷട്ടറുകൾ ഉടനെ തന്നെ അടച്ച് ജലവിതരണത്തിനുള്ള സൗകര്യമൊരുക്കുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് PK മാധ്യമങ്ങളോട് പറഞ്ഞു. ഭൂതത്താൻകെട്ട് ഷട്ടറുകൾ നിലവിൽ ബുക്ക് ചെയ്തതിനാൽ കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള വിവിധ പഞ്ചായത്തുകളിൽ ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ വലിയൊരു ആശങ്കയുണ്ട്. ആ ആശങ്ക അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ജനപ്രതിനിധികളും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരായിട്ടുള്ള ഞങ്ങളടക്കം ഇവിടെ എക്സിഡോ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് മുതൽ ഷട്ടറുകളെല്ലാം തന്നെ താത്തി കുടിവെള്ളം വിതരണം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചു തരാമെന്ന് ഉറപ്പു പറഞ്ഞിട്ടുണ്ട് എക്സി. ന്യൂസ് 18 കോതമംഗലം. മൂന്നാറിലെ മുതിരപ്പുഴയാറിൽ പ്ലാസ്റ്റിക് മാലിന്യം അടിയുന്നു. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും പുഴ വീണ്ടും മലിനമാവുകയാണ്. നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ആശ്രയമാണ് മുതിരപ്പുഴ. ജലസേചനത്തിനുൾപ്പെടെ നിരവധി ആളുകൾ ആശ്രയിക്കുന്നു. പുഴ ശുചീകരിക്കാൻ പഞ്ചായത്തടക്കം ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. എന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം പുഴയിൽ വീണ്ടും പ്ലാസ്റ്റിക് അടക്കമുള്ളവ തള്ളുന്നതായാണ് പരാതി. எவ்வளோ சீக்கிரம் இந்த முதிரப்புழை ஆறை பாதுகாத்து இது சம்மந்தப்பட்ட அதிகாரிகள் இதை பாதுகாத்து இது ஆயிரக்கணக்கான மக்கள் குடிநீர் நீராகவும் உபயோகப்படுத்துகிறாங்க. அதனால் மக்களுக்கு வேண்டி சம்மந்தப்பட்ட அதிகாரிகள் இதை பாதுகாக்கணுன்றதான் மூணார் மக்களுடைய மிகப்பெரிய ஒரு கோரிக்கையாக. ശുചിമുറി മാലിന്യവും പുഴയിലേക്ക് ഒഴുക്കുന്നതായി ആരോപണമുണ്ട്. രാത്രിയുടെ മറവിലാണ് മാലിന്യം തള്ളുന്നത്. മുതിരപ്പുഴയെ മാലിന്യമുക്തമാക്കാൻ കർശന ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 മൂന്നാർ. പുതുവർഷത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയരാൻ സജ്ജമായി എയർ കേരള സർവീസ്. 2025 മെയ് മാസത്തിൽ സർവീസ് ആരംഭിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ കിയാലും എയർ കേരളയും ഒപ്പുവെച്ചു. തുടക്കത്തിൽ ആഭ്യന്തര സർവീസുകൾ മാത്രമായിരിക്കും ആരംഭിക്കുക. കുറഞ്ഞ ചിലവിൽ വിമാനയാത്ര സാധ്യമാക്കുക എന്ന ലക്ഷ്യവുമായാണ് എയർ കേരള സർവീസ് ആരംഭിക്കുന്നത്. വടക്കൻ കേരളത്തിലെ ടൂറിസം സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തും വിധമായിരിക്കും കണ്ണൂരിൽ നിന്നുള്ള സർവീസുകൾ. ആദ്യഘട്ടത്തിൽ ATR വിമാനങ്ങൾ ഉപയോഗിച്ച് ആഭ്യന്തര സർവീസുകൾ ആരംഭിക്കും. പിന്നീട് സിംഗിൾ അയൽജെറ്റ് വിമാനങ്ങൾ ഉപയോഗിച്ച് അന്താരാഷ്ട്ര സർവീസുകളും ആരംഭിക്കാനാണ് പദ്ധതി. ഇന്റർനാഷണൽ ഓപ്പറേഷൻ വരുമ്പോഴേക്ക് 20 എയർക്രാഫ്റ്റ് എങ്കിലും വേണം. അത് ATR നിർബന്ധമില്ല. പക്ഷേ 20 എയർക്രാഫ്റ്റ് എന്നുള്ളതിലേക്ക് ഞങ്ങൾ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും. ബിഗിനിങ്ങിൽ ATR കൊണ്ടാണ്. അത് ഗ്രാജുവലി ഞങ്ങൾ എന്ത് ചെയ്യും, പിന്നെ അത് നാനോ ബോഡിയിലേക്ക് മൂവ് ചെയ്യും. ഒരു 15 എബോവിലേക്ക് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ നാനോ ബോഡിയിലേക്ക് വന്ന് കാരണം ലോങ്ങസ്റ്റ് റൂട്ട് എടുക്കാൻ. ധാരണാപത്രത്തിൽ എയർ കേരള CEO ഹരീഷ് കുട്ടിയും കിയാൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അശ്വിനി കുമാറും ഒപ്പുവെച്ചു. വാർത്താ സമ്മേളനത്തിൽ എയർ കേരള ചെയർമാൻ അഫി അഹമ്മദും കിയാൽ MD C ദിനേഷ് കുമാറും ധാരണാപത്രം പരസ്പരം കൈമാറി. എയർ കേരള സർവീസ് ആരംഭിക്കുന്നത് കണ്ണൂർ വിമാനത്താവളത്തിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകും. ന്യൂസ് 18 കണ്ണൂർ. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഏവർക്കും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7090 രൂപ, പവന് 56,720 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5865 രൂപ, പവൻ 46,920 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോഗ്രാമിന് 95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഏവർക്കും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം പ്രൈം ഡിബേറ്റ്. മഞ്ജുഷ് ഗോപാൽ എത്തും. നമസ്കാരം. കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ പരിക്കേറ്റ